ഇസ്രയേലും പാലസ്തീൻ ആൾക്കാരും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് മാസക്കണക്കിനായി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഏകദേശം കൊല്ലപ്പെട്ടു. ഇസ്രയേൽ യുദ്ധം നിർത്തൂല. ഇസ്രയേലിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് അവിടെ ഇസ്രയേൽ വംശം, ആഫ്രിക്കൻ വംശം ഭൂമിയിൽ ഉടലെടുത്ത സമയത്ത് തന്നെ 1,20,000 വർഷം മുമ്പ് അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യെരുശലേം നമുക്കറിയാം പുണ്യഭൂമിയാണ്. അവിടെ യെരുശലേമിൽ ക്രിസ്ത്യൻസിനും ഇസ്ലാമിനും ജൂതായിസത്തിനും ഒക്കെ പേരുകേട്ട സ്ഥലങ്ങളാണ്. ജൂതന്മാർക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്, ഇസ്ലാമിനുമുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ സഭയ്ക്കുമുണ്ട്. ക്രിസ്തു ജനിച്ച സ്ഥലമാണ്, പുണ്യഭൂമിയായിട്ട് കരുതുന്നു. അതുപോലെ ഇസ്ലാമിനും അവിടുത്തെ ഒരു പുണ്യഭൂമി തന്നെയാണ്. ജൂതന്മാർക്കും അവിടെ പുണ്യഭൂമിയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ കഠിനമായ ചില തീരുമാനങ്ങളിൽ നിന്ന് അവരിനി പിന്മാറില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ പല രീതിയിലുള്ള പ്രസ്താവനകളും. അവർ ആയുധം കൊണ്ട് അതിശക്തരാണ്. ലോകം കാണാത്ത പല ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവർ ഇസ്രയേലിൻ്റെ രൂപീകരണം 1948 ആ രാഷ്ട്രം രൂപം കൊണ്ടത്. അന്നു മുതൽ ഇസ്രയേലി പ്രശ്നമുണ്ട്. പലസ്തീൻ എന്ന ആൾക്കാർ മുസ്ലിം സമുദായത്തിൽ അവർ വെസ്റ്റ് ബാങ്കിലായിരുന്നു. ക്രമേണ അവർ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രയേലിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. അവർ ഏകദേശം വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൻ്റെ ശത്രുക്കളെന്ന് പറയാവുന്ന പാലസ്തീൻകാർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. അതേസമയത്ത് ഗാസ സ്ട്രിപ്പ് അവിടെ ഹമാസിൻ്റെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്കിൽ ഏകദേശം ആറോളം പാലസ്തീൻ ഗ്രൂപ്പുകൾ ഒന്നിച്ചു ചേർന്ന് അവിടെ ഭരണം നടത്തുകയാണ്. അതിന് ഇസ്രയേലിന് തടസ്സമില്ല. പ്രസിഡന്റ് അബ്ബാസാണ് ആ 6 ഭീകര സംഘടനയുടെ നേതാവായിട്ടുള്ളതും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവർ തന്നെയാണ് നടത്തുന്നത്. എങ്കിലും ഇസ്രയേൽ അത് ഇതുവരെ അവരെ ഭരണം നടത്തുന്നതിൽ, വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്നതിന് അവർക്ക് എതിർപ്പ് ഉണ്ടെങ്കിലും അത് പ്രകടമായിട്ടില്ല. അതേസമയത്ത് ഗാസ സ്ട്രിപ്പ് ഇസ്രയേൽ കൈവശപ്പെടുത്തുന്നിടം വരെ, അവരുടെ മരണം വരെ ആ യുദ്ധം നിൽക്കും. അത് കൈവശപ്പെടുത്തുന്നിടം വരെ യുദ്ധം തുടരും. അതാണ് നമ്മളിപ്പം കാണുന്നത്. അവരുടെ ആ സുനിശ്ചിതമായ തീരുമാനത്തിനും, അത് വളരെ പ്രാചീന കാലം മുതലുള്ളതാണത്, അതിൽ നിന്ന് അവർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ, വളരെയധികം രാഷ്ട്രങ്ങൾ ആ മനുഷ്യക്കുരുതിക്ക് എതിരായിട്ട് വളരെയധികം ശബ്ദിക്കുന്നതും പല രീതിയിലും ഇസ്രായേലിനെ അതിൽ നിന്ന് പിന്മാറ്റം നടത്താനായിട്ടും ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇസ്രായേൽ പിന്മാറില്ല. എൻ്റെ ഒരു ഒബ്സർവേഷൻ അതാണ്. കുറേ നാളുകൊണ്ട് ഞാനത് പറയുന്നുണ്ട്. ഒരിക്കലും ഇസ്രായേൽ ആ ഗാസ സ്ട്രിപ്പ് വിട്ടു കൊടുക്കില്ല. അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 10,000-കണക്കിന് കൊച്ചുകുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്ന കാഴ്ചയാണ്. ഇസ്രായേൽ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒഴിഞ്ഞു പൊക്കോളൂ, ഞങ്ങൾ അവിടെ കയ്യേറും. കാരണം നമുക്കറിയാം, റെഡ് സീന്ന് ഉള്ള ആക്സസ് അത് ഇസ്രായേലിന് വേണം. കാരണം അതാണ് ഇസ്രായേൽ സീനായി മരുഭൂമി കംപ്ലീറ്റ് അവർ പിടിച്ചെടുക്കും. അതുപോലെ ഗാസ സ്ട്രിപ്പിലെ കൺട്രോള് അവർ പാലസ്തീനിൽ തീർച്ചയായിട്ടും മാറ്റും. പാലസ്തീൻകാർ വേണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ പോയി ജീവിച്ചോളൂ, ആ ഭാഗത്തേക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ ശല്യം ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നമുക്ക് കാണാം. ഏതായാലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഗാസ സ്ട്രിപ്പിൽ ഏകദേശം 70 ലക്ഷത്തോളം മുസ്ലിംസ് ഉണ്ടെന്നാണ് കരുതുന്നത്. അതിനകത്ത് ഷിയ മുസ്ലിമുണ്ട്, ഭൂരിപക്ഷവും സുന്നി മുസ്ലിമാണ്. അത് ഇറാൻ സുന്നി മുസ്ലിംകാരാണ്. അതാണ് ഇറാനെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം. അവിടുത്തെ ഇറാനിലെ മുഴുവൻ സുന്നി മുസ്ലിംസാണ്. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അവിടെ ഷിയ മുസ്ലിം, അഹമ്മദി മുസ്ലിമും. വെസ്റ്റ് ബാങ്കിലും മുഴുവൻ ആൾക്കാരും സുന്നി മുസ്ലിം തന്നെയാണ്. പക്ഷേ ഷിയ മുസ്ലിമും അഹമ്മദി മുസ്ലിം നല്ലൊരു ശതമാനം അവിടെ ഉണ്ട്. ദാവീദിന്റെ പുത്രന്മാരായ ചരിത്രം നമ്മൾ നോക്കിയാൽ, ഇസ്രായേലിന്റെ ചരിത്രം, യഹൂദയുടെ ചരിത്രം നോക്കിയാൽ, ദാവീദിന്റെ പുത്രന്മാരായിട്ട് വരുന്ന ജേക്കബിന്റെ 12 മക്കള്,
ആ 12 മക്കളും 12 ട്രൈബ് വംശങ്ങളായിട്ടാണ് ഇസ്രയേലിൽ നിലനിൽക്കുന്നത്. അത് ട്രൈബായിട്ടാണ് നിൽക്കുന്നത്. യഹൂദ വംശത്തിൽപ്പെട്ടതാണ് യേശുക്രിസ്തു. അതുപോലെ ഷിമോനുണ്ട്, അവിടുത്തെ നെതന്യാഹുവിൻ്റെ, എനിക്ക് അതിന് മുമ്പ് ഭരിച്ചിരുന്ന അവിടുത്തെ നെതന്യാഹുവിന് മുമ്പ് ഷിമോൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനും ഷിമോൻ വംശജനാണ്. ഏതായാലും ഇസ്രയേലിൽ ഏകദേശം 12ഓളം ട്രൈബൽ വംശത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ഒന്നിച്ച് അവരുടെ പൊതുശത്രുവിനെ നേരിടുകയാണ്. 2007 മുതലാണ് ഗാസ സ്ട്രിപ്പിലെ പാലസ്തീനെയും പിടിമുറുക്കിയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവർ പതുക്കെ പതുക്കെ പിടിച്ചെടുക്കുകയാണ്. ഈ ഗാസ സ്ട്രിപ്പിലുള്ള പാലസ്തീനികൾ അവർ വെസ്റ്റ് ബാങ്കിനെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പാലസ്തീനികളാണെങ്കിലും അവരിവിടെ പ്രത്യേക അഡ്മിനിസ്ട്രേഷനും പ്രത്യേക രാജ്യവുമായിട്ട് നിലനിൽക്കാനാണ് ഗാസ സ്ട്രിപ്പിലുള്ള മുസ്ലിം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഭീകര സംഘടനകളുടെ ശ്രമം. ഏതായാലും 1988 അൾജിയേഴ്സിൽ വെച്ചിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. പാലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കുന്ന അൾജിയേഴ്സിൽ വെച്ചിട്ടാണ്. ലോകരാഷ്ട്രങ്ങൾ പലരും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ചില രാഷ്ട്രങ്ങൾ ഇന്നും ഈ പാലസ്തീൻ രാജ്യത്തെ അംഗീകാരം കൊടുത്തിട്ടില്ല. UN അംഗീകാരം കൊടുത്തെങ്കിലും പാലസ്തീനിയൻ രാജ്യത്തിനെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. പാലസ്തീന് എന്നൊരു രാഷ്ട്രം 1988 എന്ന് പറഞ്ഞാൽ 48 ഇസ്രയേൽ രൂപീകരണം. അതിനുശേഷം 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പാലസ്തീനിയൻ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം അൾജിയേഴ്സിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഇപ്പം കാണുന്ന കാഴ്ചകൾ ഇതിന് ഒരു തരത്തിൽ ഒരു ശമനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇസ്രയേലിൻ്റെ ബോംബാക്രമണം ഇസ്രയേലിൻ്റെ ചുറ്റുമുള്ള, അതുപോലെ ഇവരെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, അവർക്ക് എതിരായിട്ടും ഇസ്രയേൽ നീങ്ങുന്ന ലെബനോണൊക്കെ തീർച്ചയായിട്ടും അവിടുത്തെ ചില ഓർഗനൈസേഷൻസ്, ചില ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഇസ്രയേലിനെതിരായിട്ട് അവിടെ നിന്ന് റോക്കറ്റുകളും മറ്റും വിക്ഷേപിക്കുന്ന നമുക്ക് കാണാം. അതിനെതിരായിട്ട് ലെബനനെ ആക്രമിക്കുകയില്ല, അവിടുത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷനെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പ്രസ്താവനകൾ നമുക്ക് കാണാം. എന്തായാലും 10 ഗ്രൂപ്പാണ് ഇപ്പം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നതെങ്കിലും അവർക്ക് ഈ പാലസ്തീനിൽ ഗാസ സ്ട്രിപ്പിലുള്ളവരോട് സഹാനുഭൂതി ഇതൊക്കെ ഉണ്ടെങ്കിലും അവരും ഒരു രാഷ്ട്രം ആയിട്ട് രൂപീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ തന്നെ ആയിരിക്കണമെന്നാണ് അവർക്ക് നിർബന്ധം. അതേസമയത്ത് അവരിൽ നിന്ന് മാറി ഈ ഗാസ സ്ട്രിപ്പിൽ ഒരു ചെറിയ രാഷ്ട്രം ഉണ്ടാക്കാൻ തന്നെ അവിടെയുള്ള ആ മിലിറ്റൻ്റ് ഓർഗനൈസേഷനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ജെറുസലേം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിനും ഇസ്രയേലിനും ഇടയ്ക്കാണ്. അപ്പം അതിൻ്റെ കൺട്രോള് കംപ്ലീറ്റ് ഇപ്പം ഇസ്രയേൽ ആണെങ്കിലും അവിടെ എപ്പോഴും സംഘടനകൾ ഉണ്ടാകുന്ന പതിവാണ് നമുക്ക് കാണാം. ഏതായാലും ഗാസ സ്ട്രിപ്പിൽ 99% മുസ്ലിംസും അത് പാലസ്തീനിലെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംസാണ്. അതേസമയത്ത് 1,20,000 വരുന്ന അത്ര വർഷം പഴക്കമുള്ള ഇസ്രയേലുമായിട്ടാണ് ഇവരെല്ലാം, ആ ജാതി 6 ട്രൈബൽ സെൻറ്ററിലുള്ള അവരുമായിട്ടാണ് പാലസ്തീനിയൻസ് ഈ യുദ്ധം ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. എന്തായാലും ഇതിനൊരു ശമനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗാസ സ്ട്രിപ്പ് കംപ്ലീറ്റ് പിടിച്ചെടുക്കുന്നിടം വരെ തീർച്ചയായിട്ടും ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആൾക്കാർ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇസ്രയേലിൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ പാലസ്തീനിയൻ ആൾക്കാർ ഗാസ സ്ട്രിപ്പിൽ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകാനും പറ്റും 100 കണക്കിന് തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ തുരങ്കത്തിൽ കൂടെ അവർക്ക് അങ്ങോട്ട് അവരുടെ വിൽക്കുന്ന സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനും ഇങ്ങോട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം കൊണ്ടുവരാനും അതിലൂടെ ചില വാഹനങ്ങൾ സഞ്ചരിക്കത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ പലതും നമ്മൾ കണ്ടു. അതെല്ലാം ഇപ്പം ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇടയ്ക്ക് വളരെയധികം ഗാസ സ്ട്രിപ്പിലെ പോരാളികൾ അല്ലെങ്കിൽ 10 ഗ്രൂപ്പിലുള്ളവർ അവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അവർ ഒരു ഹോസ്പിറ്റലിൽ ഷെൽട്ടർ ചെയ്ത ആൾക്കാരെ ഇസ്രയേൽ നശിപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രങ്ങൾ വളരെയധികം ശക്തമായ ഭാഷയിൽ ഇസ്രയേലിനെ വാണിംഗ് കൊടുക്കുന്നെങ്കിലും ഇസ്രയേൽ വകവെക്കുന്നില്ല. ഇസ്രയേൽ തീർച്ചയായിട്ടും പവർഫുള്ളാണ്. അവരെ നമുക്ക് തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അവരുടെ കയ്യിൽ ലോകം കാണാത്ത പല ആയുധങ്ങളും ഇന്നും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു പിന്മാറ്റം ഉണ്ടാകില്ല. ഗാസ സ്ട്രിപ്പ് കീഴടക്കുന്നിടം വരെ ആ യുദ്ധം നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.